നമ്മുടെ വയനാട്ടിലെ സുഗന്ധഗിരി പ്രദേശത്ത് മറിഞ്ഞു വീണാറായ 20 മരങ്ങൾ മുറിക്കാൻ വനംവകുപ്പ് നൽകിയ അനുമതിയുടെ മറവിൽ നൂറുകണക്കിന് മരങ്ങൾ വെട്ടിമാറ്റി കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ആക്ഷേപം ഉയർന്നു വന്നതിനെ തുടർന്ന് ആ മരം കണ്ടുകെട്ടുന്നതിന് നിയമലംഘകരെ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ നടപടികൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഇത്ര വ്യാപകമായ വനം കൊള്ളക്ക് സാഹചര്യമുണ്ടായത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ധാരാളം ആശങ്കകളും പരാതികളും ഉയർന്നു വരികയുണ്ടായി. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയില്ലാതെ അങ്ങനെയൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ഉയർന്നു വന്ന ആക്ഷേപം. ആ ആക്ഷേപത്തെ തുടർന്ന് വനംവകുപ്പിലെ വിജിലൻസ് മേധാവി ശ്രീ ചന്ദ്രശേഖരന്റെ മേൽനോട്ടത്തിൽ വയനാട് ജില്ലയിൽ നിന്നും ഉള്ള ആളുകളെ ഒഴിവാക്കി കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ മേഖലകളിലെ DFOമാരുൾപ്പെടെയുള്ള ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ ടീമിൻ്റെ അന്വേഷണം 2 ദിവസത്തിന് മുമ്പ് അവർ പൂർത്തിയാക്കുകയും അവരുടെ റിപ്പോർട്ട് സർക്കാരിന് ഇന്നലെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാച്ചർ തസ്തിക മുതൽ DFO തലം വരെയുള്ള ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കാനുണ്ടോ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ വനംവകുപ്പ് വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റക്കാർ എത്ര ഉന്നതന്മാരായിരുന്നാലും അവരുടെ കുറ്റത്തിൻ്റെ കണക്കനുസരിച്ച് ഗൗരവ സ്വഭാവത്തിൻ്റെ കണക്കിലെടുത്തുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വനംവകുപ്പിൽ നേരത്തെയും വയനാട് ജില്ലയിൽ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതികളെ രക്ഷിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. പക്ഷേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട ചിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർ വീണ്ടും കോടതിയൊക്കെ സമീപിക്കും. അതൊക്കെ നിയമവാഴ്ചയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോഴും ഗവൺമെൻറ് വനംകൊള്ളക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുകയില്ല. കാര്യക്ഷമമായ പ്രവർത്തനമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾക്ക് സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പുവരുത്താൻ മാധ്യമങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.